ഹോർമോൺ തകരാറുകൾക്ക് കാരണമാകുന്ന 5 ശീലങ്ങൾ. തെറ്റായ ജീവിതശൈലി മൂലമുള്ള രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. മോശം ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ അമിതവണ്ണം, സമ്മർദ്ദം, രക്താതിമർദ്ദം, ഹോർമോൺ തകരാറുകൾ എന്നിങ്ങനെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഹോർമോണുകൾ മാനസികാവസ്ഥയെ മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. ഹോർമോൺ തകരാറുള്ളവരാണെങ്കിൽ അതിന്റെ ശരിയായ കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ടത് പ്രധാനമാണ്. ശരീരത്തിലെ ഹോർമോണുകളെ സന്തുലിതമാക്കാൻ ദൈനംദിന ശീലങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് നോക്കാം. ഇനി പറയുന്ന 5 ശീലങ്ങൾ ഹോർമോണുകളെ തകരാറിലാക്കുമെന്ന് ഡയറ്റീഷ്യൻ മൻപ്രീത് കൽറ പറഞ്ഞു. 1. ഭക്ഷണത്തിനു ശേഷം മധുരം കഴിക്കുക. ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ ശേഷം മധുരം കഴിക്കുന്ന ശീലമുള്ളവരുണ്ട്. എന്നാൽ ഇത് ശരീരത്തിന് ദോഷകരമാണെന്ന് അറിയുക. ഭക്ഷണത്തിനു ശേഷം പഞ്ചസാരയോ മധുര പലഹാരങ്ങളോ കഴിക്കുന്നത് ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാകും. 2. ഉറങ്ങുന്നതിനു മുൻപുള്ള ഫോണിന്റെ ഉപയോഗം. ഉറങ്ങുന്നതിനു മുൻപായി കുറച്ചുനേരം ഫോണിൽ ചിലവഴിക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഇത് ശരീരത്തിലെ മെലാറ്റോണിൻ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തിയേക്കാം. ഇതിലൂടെ ഉറക്കത്തിന് തടസ്സമുണ്ടാകാം. 3. വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള കഫീൻ ഉപഭോഗം. ദിവസവും നിരവധി കപ്പ് ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുള്ള ഒട്ടേറെ പേരുണ്ട്. ഈ പാനീയങ്ങളിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ശേഷം കഫീൻ കഴിക്കുന്നത് ഹോർമോണായ കോർട്ടിസോളിനെ ബാധിക്കുന്നു. ഉറങ്ങുന്നതിന് 10 മണിക്കൂർ മുൻപായി കാപ്പിയോ ചായയോ കുടിക്കുക. 4. വെറും വയറ്റിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. രാവിലെ ആദ്യമോ ഒഴിഞ്ഞ വയറിലോ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ മാറ്റേണ്ട സമയമാണിത്. വെറും വയറ്റിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് ശരീരത്തിൽ ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാകും. ഇത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ ബാധിക്കും. 5. പച്ചക്കറികൾ കഴിക്കുന്നത് കുറവ്. പച്ചക്കറികൾ കുറഞ്ഞ ഭക്ഷണക്രമം ഈസ്ട്രജൻ ഡീടോക്സിഫിക്കേഷനിൽ തടസ്സമുണ്ടാക്കും. ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിനെ പുറന്തള്ളാൻ കരളിനെ സഹായിക്കുന്ന ഉപാപചയ പ്രക്രിയയാണ് ഈസ്ട്രജൻ ഡീടോക്സിഫിക്കേഷൻ. ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ ഈ പ്രക്രിയ ആവശ്യമാണ്. അതിനാൽ ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code in Public Interest.